ഞാൻ തെരഞ്ഞെടുപ്പ് പ്രചരണ സമയത്ത് തന്നെ ഈ ചോദ്യം ഉയർന്നു വന്നതാണ്. ഞങ്ങൾ പറഞ്ഞ തെരഞ്ഞെടുപ്പ് പ്രചരണ സമയത്ത് ജനങ്ങൾക്ക് നൽകിയ വാഗ്ദാനമുണ്ട്. അതിനേക്കാൾ കൂടുതൽ ചെയ്യുവാനായിട്ട് ഞങ്ങൾക്ക് സാധിക്കും. അപ്പോൾ കൃത്യമായിട്ടുള്ള ഒരു ഭരണസമിതിയെ തന്നെയായിരിക്കും ചർച്ച ചെയ്ത് തിരഞ്ഞെടുക്കുന്നത്. സംസ്ഥാന നേതൃത്വം, പ്രത്യേകിച്ച് സംസ്ഥാന അധ്യക്ഷൻ, ജില്ലാ അധ്യക്ഷനൊക്കെ തന്നെ അടങ്ങുന്ന ടീം അതിനെക്കുറിച്ച് കൃത്യസമയത്ത് തന്നെ പറയും. ഈ വലിയ ആരോപണം കോർപ്പറേഷനെതിരെ ഉന്നയിച്ചിരുന്നു. BJP മുന്നോട്ട് വെച്ച ആവശ്യങ്ങളൊക്കെ പരിഗണിച്ചാണ് ജനങ്ങൾ വോട്ട് ചെയ്യുകയും ചെയ്തത്. അപ്പോൾ അതിനൊക്കെ ഇനി മറികടക്കാൻ BJPക്ക് എത്ര കണ്ട് കഴിയുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്? തീർച്ചയായിട്ടും ഞങ്ങളുടെ പ്രഥമ പരിഗണന ക്രിയേറ്റീവായിട്ടുള്ള കാര്യങ്ങൾ, ഞങ്ങൾ പറഞ്ഞ കാര്യങ്ങൾ എത്രയും പെട്ടെന്ന് ചെയ്യുക. ഒരു നിമിഷം നമുക്ക് പാഴാക്കല്ല. കാരണം ഒരു ഭരണ രംഗത്ത് നമ്മൾ പാഴാക്കുന്ന ഓരോ നിമിഷവും മറ്റുള്ള നഗരങ്ങൾ നമ്മളെക്കാളും മുമ്പേ പോകും. അവർ മുമ്പേ പോകരുതെന്നല്ല ഞാൻ പറയുന്നത്. നമുക്ക് സമയം പാഴാക്കാനില്ല. ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട്. നമ്മുടെ നിരവധി വാഹനങ്ങൾ പല സ്ഥലങ്ങളിലും തുരുമ്പെടുക്കുന്ന കാഴ്ച നമ്മൾ കണ്ടിട്ടുണ്ട്. അതോടൊപ്പം തന്നെ കോർപ്പറേഷൻ്റെ ഒരുപാട് ബിൽഡിങ്ങുകൾ ഒരു 40 വർഷം 50 വർഷം മുമ്പ് നിശ്ചയിച്ച വാടക കരാർ അനുസരിച്ച് ഇപ്പോൾ 250 രൂപയ്ക്ക് ഒരു മാസം വാടക കൊടുത്തിരിക്കുന്ന കെട്ടിടങ്ങൾ ചാലയിലുണ്ട്. അതിൻ്റെ തൊട്ടടുത്തുള്ള കെട്ടിടങ്ങൾക്ക് 3000 രൂപയാണ് പെർ ഡേ വാടക കിട്ടുന്നത്. ഞങ്ങൾ പരിശോധിച്ചപ്പോഴേ, ഞങ്ങൾ ഫിനാൻസ് സ്റ്റാൻഡിംഗ് കമ്മിറ്റി BJP ആണ് ഭൂരിപക്ഷം, ഞങ്ങൾ പരിശോധിച്ചപ്പോഴേക്കും 40 വർഷം മുമ്പാണ് ഇത് കരാർ കൊടുത്തത്. തൊട്ടടുത്ത കെട്ടിടത്തിൽ ഒരു മാസം 30,000 രൂപ 3,000 രൂപ ഒരു ദിവസം വെച്ചിട്ട് ഏകദേശം 90,000 രൂപ കിട്ടുമ്പോൾ നമ്മുടെ കോർപ്പറേഷൻ ഉടമസ്ഥകളിലും ഒരു മാസം കിട്ടുന്ന 250 രൂപയാണ്. 90,000 രൂപ വ്യക്തിക്ക് കിട്ടുമ്പോൾ കോർപ്പറേഷൻ കിട്ടുന്ന 250 രൂപ. ഇത് പരിഷ്കരിക്കണം. ഒരുപാട് കേസുകൾ കോടതിയിൽ പല കാര്യങ്ങളുമുണ്ട്, ഹൈക്കോടതിയിൽ ഉൾപ്പെടെ കെട്ടുകിടപ്പുണ്ട്. അത് വളരെ എഫിഷ്യൻ്റ് ആയിട്ടുള്ള അഭിഭാഷകരെ വെച്ചിട്ട് ആ കേസുകൾ വേഗത്തിലായി കഴിഞ്ഞാൽ കോടിക്കണക്കിന് രൂപ നികുതി ഇനത്തിൽ നമുക്ക് എത്രയും പെട്ടെന്ന് കിട്ടും. ജനങ്ങളെ പരമാവധി സഹായിച്ചിട്ട് എത്രയും പെട്ടെന്ന് തന്നെ കോർപ്പറേഷൻ്റെ വരുമാനം കൂട്ടുവാനുള്ള പദ്ധതികൾ ചെയ്യണം. ചോർച്ച ഉണ്ടെങ്കിൽ അത് തടയണം. ഇങ്ങനെയുള്ള നിരവധി കാര്യങ്ങൾ. നമ്മുടെ ഭൂമി പല സ്ഥലങ്ങളിലും കയ്യേറ്റക്കാർ ചെറുതായിട്ട് വേലിയൊക്കെ കെട്ടി അവർ കയ്യേറുകയാണ്. അതുപോലെ തന്നെ ഞങ്ങൾ കൊടുത്ത വാഗ്ദാനങ്ങളിലൊന്നാണ് തെരുവ് നായ്ക്കളെ 1 വർഷം ത്തിനകം ഞങ്ങൾ. ഇന്നലെ ഞാൻ കൊടുങ്ങാണ്ട് ചെന്നപ്പോൾ തന്നെ ജനങ്ങൾ സ്വീകരണ സ്ഥലത്ത് വെച്ച് പിടിച്ചെടുത്തിട്ട് ചോദിക്കുകയാണ്, തെരുവ് നായ്ക്കളെ നിങ്ങൾ 1 വർഷത്തിന് അടച്ചിടുമല്ലോ. അപ്പോൾ അതിൻ്റെ പണി തുടങ്ങി. ഇങ്ങനെ ഒരുപാട് നിരവധി കാര്യങ്ങളുണ്ട്. അതുപോലെ തന്നെ അടിസ്ഥാന ജനവിഭാഗങ്ങളുടെ ആവശ്യങ്ങൾ കൂടുതൽ ഭരണാധികാരികൾ കൂടുതൽ ജനങ്ങളിലേക്ക് ഇറങ്ങുമെന്ന് സംസ്ഥാന അധ്യക്ഷൻ പറഞ്ഞിട്ടുണ്ട്. അതിനുള്ള നടപടികൾ ആരംഭിക്കണം. ഉദ്യോഗസ്ഥരുമായി ചർച്ച നടത്തണം. അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. അത് കൃത്യമായിട്ട് നമ്മുടെ ഭരണസമിതിയും മേയറും ഡെപ്യൂട്ടി മേയറൊക്കെ വരുമ്പോഴേക്കും അവർ വന്നതിന് ശേഷം അവർ ചർച്ച ചെയ്ത് തീരുമാനിക്കും. ഇപ്പോൾ പ്രധാനമന്ത്രി 45 ദിവസത്തിനകം എത്തും എന്നുള്ള കാര്യം ഞങ്ങൾ പറഞ്ഞതിൽ, അതായത് ഇന്നലെ ഇപ്പോൾ കഴിഞ്ഞപ്പോൾ ഇന്നിപ്പോൾ 1-ാമത്തെ ദിവസം ആവുകയാണ്. 45 ദിവസം എന്ന് ഞങ്ങൾ പറഞ്ഞതിൽ ഒരു വ്യത്യാസം ഉണ്ടാവുകയില്ല. എന്നാണ് എത്തുന്നത്, എപ്പോഴാണ് എത്തുന്നതെന്ന് പറഞ്ഞാൽ പ്രധാനമന്ത്രിയല്ലേ. സ്വാഭാവികമായിട്ട് പ്രധാനമന്ത്രി വരുന്നത് ഒരു പ്രോസസ്സിൻ്റെ ഭാഗമായിട്ടാണ്. നമ്മുടെ നഗരത്തിനെ കുറിച്ചുള്ള കൂടുതൽ പ്രഖ്യാപനങ്ങൾക്കാണ്. അതിനുള്ള തയ്യാറെടുപ്പിൻ്റെ സമയം, മിനിമം സമയം, അതിനുള്ള സമയം സംസ്ഥാന അധ്യക്ഷൻ അത് കോർഡിനേറ്റ് ചെയ്യും. അതൊക്കെ ഇപ്പോൾ അതിൽ ഏറെക്കുറെ കാര്യങ്ങളൊക്കെ FIR ഒക്കെ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ FIR രജിസ്റ്റർ ചെയ്ത് അന്വേഷണം നടക്കുകയാണ്. ആ അന്വേഷണത്തിൻ്റെ കാര്യം ഇപ്പം ഞങ്ങൾ ഇത്രയും കാലം പരിശോധിച്ചൊക്കെ തന്നെ പുറത്തു നിന്ന് വിവരാവകാശം വഴി കിട്ടുന്ന രേഖകൾ നിങ്ങളൊക്കെ എടുക്കുന്ന മാധ്യമപ്രവർത്തകർ, അതിലപ്പുറം ഫയലൊന്നും ഞങ്ങൾക്ക് പരിശോധിക്കാനുള്ള സാഹചര്യമില്ലല്ലോ. സ്വാഭാവികമായിട്ടും ഭരണസമിതി അധികാരമേറ്റതിന് ശേഷം അക്കാര്യങ്ങളൊക്കെ പരിശോധിക്കും. പക്ഷേ ഒരു കാര്യം ഉറപ്പാണ്, ജനങ്ങളുടെ നികുതിപ്പണം, സംസ്ഥാന അധ്യക്ഷൻ ഈ തെരഞ്ഞെടുപ്പ് പ്രചരണ സമയത്ത് പറഞ്ഞു, ജനങ്ങളുടെ നികുതിപ്പണം കട്ടെടുത്തവർ, ജനങ്ങളുടെ പണം മിസ്യൂസ് ചെയ്തിട്ടുള്ള എല്ലാവരും തന്നെ നിയമത്തിന് മുമ്പിൽ മറുപടി പറയാൻ ബാധ്യസ്ഥരാണ്. സംസ്ഥാന നേതൃത്വം മറുപടി പറയും. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.